അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുതിയൊരു വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളിൽ നിന്ന് പലരും നൂറെ ഹബീബ് എന്ന ആത്മീയ മജ്‌ലിസ് കേൾക്കുന്നവരായിരിക്കും. നൂറെ ഹബീബ് എന്ന ആത്മീയ മജ്‌ലിസിനെ ഇഷ്ടമുള്ളവർ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. മാത്രമല്ല, അതിൻ്റെ അഭിപ്രായം നിങ്ങൾ ശരിക്കും കമൻറ്റിൽ എഴുതി വെക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തങ്ങളുസ്താദിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, നൂറെ ഹബീബ് എന്ന ആത്മീയ മജ്‌ലിസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരുപാട് വിമർശനങ്ങളിൽ നിന്ന് കരകയറി വന്ന തങ്ങളാണ്. തങ്ങളവറുകൾ ആദ്യമായി മജ്‌ലിസ് തുടങ്ങിയ സമയത്ത് തന്നെ ഒരുപാട് ജനങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇല്ലാത്ത വിമർശനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് തങ്ങളെ താഴ്ത്താൻ വേണ്ടി ശ്രമിച്ചത്. മാത്രമല്ല, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് തങ്ങളുടെ യൂട്യൂബ് ചാനലും ഹാക്ക് ചെയ്തത്. തങ്ങളുസ്താദ് അവറുകൾക്ക് അതൊന്നും ഒരു പ്രശ്നമേ ആയിട്ടില്ല. തങ്ങളുസ്താദ് അവറുകൾ അന്ന് പുതിയ ചാനൽ തുടങ്ങുകയും അതിൽ തന്നെ മജ്‌ലിസ് തുടങ്ങുകയും ഏകദേശം 1,00,000-നടുത്തുള്ള സബ്സ്ക്രൈബേഴ്സ് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയും ചെയ്തു. മാത്രമല്ല, തങ്ങളുസ്താദ് അവറുകൾ ഒരു സ്വലാത്തിൻ്റെ മജ്‌ലിസിന് ക്ഷണിച്ചാൽ തന്നെ ലക്ഷക്കണക്കിന് ആളുകളാണ് അവിടത്തേക്ക് വന്നെത്തുന്നത്. മാസത്തിലൊരിക്കൽ സ്വലാത്ത് മജ്‌ലിസ് നടക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ദിവസങ്ങൾക്ക് മുമ്പ് തങ്ങളുസ്താദ് അവറുകൾ ഒരു ഉദ്ഘാടന ചടങ്ങിന് വന്നിരുന്നു. അങ്ങനെ വന്നപ്പോൾ അവിടെയും ഒരുപാട് ആളുകളാണ്, ആയിരക്കണക്കിന് ആളുകളാണ് തങ്ങളെയൊന്ന് കാണണം, തങ്ങളെയൊന്ന് മന്ദിരിപ്പിക്കണം, തങ്ങളുടെ കൈയൊന്ന് ചുംബിക്കണം എന്ന ആഗ്രഹത്തോടെ, ആഹ്ലാദത്തോടെ അവിടത്തേക്ക് കടന്നു വന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നും എത്രയോ പേരാണ് ഈ തങ്ങളുസ്താദ് അവറുകളെ ശക്തമായ രീതിയിൽ തന്നെ വിമർശിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ നന്മ ചെയ്തത് ആർക്കും കാണില്ല. അവൻ എവിടെയാണ് തിന്മ ചെയ്യുന്നത് എന്നാണ് മനുഷ്യന്മാർ ഇങ്ങനെ തേടി നടക്കുന്നത്. ഈ തങ്ങളുസ്താദ് അവറുകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ, പാവപ്പെട്ട എത്രയോ പട്ടിണി പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നു, കല്യാണം കഴിച്ചു കൊടുക്കുന്നു, സ്വന്തം ചെലവിൽ തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിക്കൊടുക്കുന്നു, പട്ടിണി പാവങ്ങൾക്ക് സഹായങ്ങൾ കൊടുക്കുന്നു, മാത്രമല്ല വീട് പണിതുപോലും കൊടുക്കുന്നു. ഇത്രയും അധികം സഹായങ്ങൾ പാവങ്ങൾക്ക് ചെയ്തു കൊടുക്കുന്ന ഈ ഹാമിദ് ആറ്റുക്കോയ തങ്ങളെയാണ് പലരും ഇന്ന് വിമർശിച്ചു കൊണ്ടിരിക്കുന്നത്. തങ്ങളെക്കുറിച്ച് ശരിക്കും പലർക്കും അറിയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ആരും വിമർശിക്കാൻ പോകരുത്. നാളെ ഖബറിൽ കിടക്കുമ്പോൾ തങ്ങളവറുകളുടെ പൊരുത്തമില്ലെങ്കിൽ നമുക്ക് സ്വർഗത്തിൽ കടക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. കാരണം ഹബീബായ തങ്ങളാണ് പറഞ്ഞത്, മറ്റൊരാളെ കുറ്റം പറഞ്ഞാൽ, അവരെ മനസ്സ് വേദനിപ്പിച്ചാൽ, അവരുടെ പൊരുത്തമില്ലാതെ നമുക്ക് സ്വർഗത്തിൽ കടക്കാൻ പറ്റൂല. അവർ മാഫ് ചെയ്തതിന് ശേഷമേ നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരാളും, ഒരു മനുഷ്യന്മാര് പോലും മറ്റുള്ളവരെ കുറ്റം പറയരുത്. അള്ളാഹു കൊടുക്കുന്ന അനുഗ്രഹമാണ്, അതിൽ അസൂയപ്പെട്ടിട്ടൊരു കാര്യമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനിയുള്ള നമ്മുടെ ജീവിതം നന്നാക്കാൻ വേണ്ടി ശ്രമിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്തരം നല്ല നല്ല വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല, ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക. നിങ്ങളെ കാരണത്താൽ മറ്റൊരാൾ നന്നായാൽ അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്കാണ് കിട്ടുന്നത് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കാൻ മറക്കരുത്, അഭിപ്രായം കമൻ്റ് അടിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.